എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ HSA പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇംഗ്ലീഷും അതുപോലെ സോഷ്യൽ സയൻസുകാരൊക്കെയാണ് ഇത്തിരി തിരക്കിലിരിക്കുന്ന സമയം. ബാക്കിയുള്ളവരെല്ലാവരും HSSTയുടെ പുറകെ പോകാൻ തയ്യാറെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഈ സമയത്ത് ഇറക്കുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ HSST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കൾക്കും HSSTയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ചിലർക്കെങ്കിലും പ്രത്യേകിച്ച് എന്താ പറയുക ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ കുറേ ഗ്യാപ്പ് വന്ന ആളുകൾക്കൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് HSSTയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് കയറാനുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാനും ശ്രദ്ധിക്കുക. ഇനി ആദ്യം തന്നെ നമ്മുടെ HSST എന്നുള്ള ആ ഒരു പോസ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. HSST ജൂനിയർ പോസ്റ്റ് ഉണ്ട്, HSST സീനിയർ പോസ്റ്റ് ഉണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? HSST ജൂനിയർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവേഴ്സ്, അതായത് സീനിയർ പോസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അവേഴ്സ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ആ ഒരു സാലറി സ്കെയിലും ഡിഫറൻസ് ഉണ്ടാവും. HSST സീനിയർ പോസ്റ്റ് ആകുമ്പോൾ അവേഴ്സ് കൂടുതലായിരിക്കും, സാലറി കൂടുതലായിരിക്കും. അതൊരു ഗസറ്റഡ് റാങ്കുള്ള പോസ്റ്റ് കൂടിയാണ്. കുറേ നാൾ മുൻപ് PSC ഒരു ഉത്തരവ് അല്ലെങ്കിൽ PSC ഒരു തീരുമാനം പറഞ്ഞിരുന്നു, HSST സീനിയർ പോസ്റ്റിലേക്ക് ഇനി മുതൽ നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുകയില്ലെന്നും ജൂനിയർ പോസ്റ്റ് വഴി നടത്തി പ്രമോഷൻ അല്ലെങ്കിൽ ആ ഒരു ജൂനിയർ പോസ്റ്റിൽ നിന്നും സീനിയേഴ്സിനെ ആ ഒരു എന്താ പറയുക ഇത്ര വർഷം കംപ്ലീറ്റ് ആയവരെ പ്രമോഷൻ കൊടുത്ത് സീനിയർ പോസ്റ്റിലേക്ക് എത്തിക്കുമെന്നായിരുന്നു. അത് കഴിഞ്ഞും ജൂനിയർ പോസ്റ്റിലേക്കും സീനിയർ പോസ്റ്റിലേക്കും ഡയറക്റ്റ്ലി, അതായത് 2022 എക്സാം നടന്നപ്പോഴും ഡയറക്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ചില സബ്ജക്റ്റുകൾ. അപ്പം അത് നിങ്ങൾ അവിടെ ഇരുന്നോട്ടെ, ജൂനിയർ ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ, നമുക്ക് HSST ആയിട്ട് കയറിയാൽ മതി അല്ലേ. അപ്പം ആ കയറുന്നതിന് മുൻപുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്പൊ പലരും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ ഉൾപ്പെടെ പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. അതിൽ പലരും പറയുന്നുണ്ട് ഇന്ന സബ്ജക്റ്റ് വിളിക്കും, ഇന്ന സബ്ജക്റ്റ് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സബ്ജക്റ്റുകളുടെ ലിസ്റ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതെല്ലാം ജനറൽ നോട്ടിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊരു ബൾക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, എല്ലാ കാറ്റഗറിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അത്. പക്ഷേ ഈ ഒരു HSA പരീക്ഷയുടെ മുൻപ് തന്നെ, അതായത് ജൂലൈ ലാസ്റ്റും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് HSSTയുടെ മാത്സും കൊമേഴ്സും ഫിസിക്സും ഉൾപ്പെടെ ഒരുപാട് NCA നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ എക്സാമുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഓൺലൈൻ PSC എക്സാംസ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരും. അപ്പം അങ്ങനെ ഒരു എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത റിസർവേഷൻ എന്തെങ്കിലും ഉള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു വർഷത്തിൽ കുറേ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, HSA പോലൊരു പരീക്ഷയല്ല, അല്ലെങ്കിൽ മറ്റേത് അധ്യാപക പരീക്ഷകളോ PSC പരീക്ഷകൾ പോലുള്ള ഒരു പരീക്ഷയല്ല HSST. എന്തുകൊണ്ടാന്ന് വെച്ചാൽ HSSTയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ, അതായത് 2022 വിളിച്ച ആ നോട്ടിഫിക്കേഷനിൽ പോലും അവിടെ കൃത്യമായിട്ട് വെയിറ്റേജ് മാർക്ക് പറയാറുണ്ട്. ലാസ്റ്റ് നടന്ന നോട്ടിഫിക്കേഷനിൽ അതായത് PhD ഉണ്ടെങ്കിൽ, MPhil ഉണ്ടെങ്കിൽ 2 മാർക്ക് 4 മാർക്ക്, കംപ്ലീറ്റ് MPhilഉം PhD ഉണ്ടെങ്കിൽ 5 മാർക്കാണ്, റിസർച്ച് സ്കോളേഴ്സിന് 4 മാർക്ക്, അങ്ങനെ ഒരു രീതിയിലുള്ള ഈ ഒരു വെയിറ്റേജ് മാർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് എന്താണ്, റിട്ടേൺ എക്സാം എഴുതുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂവിൽ പോകുന്നു അല്ലെ, റിട്ടേൺ എക്സാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അവരെ ഇന്റർവ്യൂവിൽ പോകുന്നു, സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നു, ആ മാർക്ക് കൂടി ആഡ് ചെയ്യുന്നു, അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വരിക എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് കുറേ നാളായിട്ട് അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ഒരു ഇഷ്യൂ പോലെ തന്നെ പറയുകയും കേസ് ഫയൽ ചെയ്യുകയും അത് എവിടെയും എത്താതെ ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു ഇഷ്യൂ കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർവ്യൂവിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന്റെ മാർക്ക് മാത്രമല്ല, നമുക്ക് PGയിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ അതിന്റെ സർട്ടൈൻ പെർസെൻറ്റേജ്, ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 30% അടുത്ത് എന്തോ ആണ്. അപ്പൊ 30% നമുക്ക് PGക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് നമ്മുടെ ഇന്റർവ്യൂ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യും. അതാണ് ഇന്റർവ്യൂവിന്റെ മാർക്കും റിട്ടേൺ എക്സാമിന്റെ മാർക്കും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇതിലെന്താ ഇഷ്യൂ എന്നായിരിക്കും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. PG പലരും പല രീതിയിലാണ് ചെയ്യാം.
ചിലർ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ ചെയ്യും, ചിലരെന്താണ് ഇയർലി ബേസിസ്, അതായത് നേരത്തെ സെമസ്റ്റർ ആയിരുന്നില്ല, 2 വർഷത്തെ കോഴ്സായിരുന്നു, പിന്നീടാണ് 4 സെമസ്റ്റർ ആക്കി വന്നത്. അപ്പം ഈ പറഞ്ഞ 3 കാറ്റഗറി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ പുറത്ത് ചെയ്ത കുട്ടികളാണെങ്കിൽ പോലും പലർക്കും വരുന്ന മാർക്കുകൾ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇയർലി ചെയ്ത കുട്ടികൾക്ക് ഒരിക്കലും സെമസ്റ്ററിൽ ചെയ്ത പിള്ളേരുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 90% മാർക്ക് വാങ്ങി പാസ്സായ സെമസ്റ്റർ സ്കീമിൽ പഠിച്ച കുട്ടികൾക്ക് ഉള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു 90 എബോ ആണ്. പക്ഷെ ഇയർലി ബേസിസിൽ വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്ക് ചിലപ്പോൾ അത് 70, 60 ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്ക് കൂട്ടുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം വരും. ചിലർ PG ജോലി ചെയ്തുകൊണ്ട് പഠിച്ചവരായിരിക്കാം, ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയമാവാം. അങ്ങനെ നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ PG ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അന്ന് നേടിയ മാർക്കിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മുടെ ഇൻ്റർവ്യൂ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അത് പറഞ്ഞ് PSC അല്ലെങ്കിൽ HSST വർക്ക് ചെയ്യുന്ന എല്ലാ അധ്യാപകരും 90 എബോ മാർക്കോട് കൂടി പാസ്സായി PG പാസ്സായവരൊന്നും അല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ കോണ്ടാക്റ്റിൽ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള HSST ലിസ്റ്റിൽ കയറി ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഈ എന്താ പറയുക, നമ്മൾ മലയാളത്തിലൊക്കെ ഓടുന്ന നായയ്ക്ക് ഒരു മുഴം മുൻപേ എന്ന പോലെ ഈ പരിപാടി അറിയുന്നത് കൊണ്ട് അവർ റിട്ടേൺ എക്സാമിനും ഇൻ്റർവ്യൂവിലും അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഈ ഒരു മാർക്കില്ലേ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു. അത്രേ ചെയ്യണ്ടു. ഞാനിത് ഈ കാര്യം നിങ്ങൾ എത്ര പേർക്ക് എനിക്ക് അറിയാമെന്നറിയില്ല. പക്ഷേ ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ HSAക്ക് പ്രിപ്പയർ ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു LP UPക്ക് പ്രിപ്പയർ ചെയ്ത പോലെ അങ്ങനെ വെറുതെ പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന എക്സാം ആയിട്ട് മാറും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ മനസ്സിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? റിട്ടേൺ എക്സാമിനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഈ ഇയർലി ബേസിസിലൊക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവർക്ക് നല്ല സബ്ജക്റ്റ് നോളേജ് ഉണ്ടാവും, പിന്നെന്താണ് എക്സ്പീരിയൻസ് ഉണ്ടാവും സ്കൂളിലൊക്കെ പഠിപ്പിച്ച്. അപ്പം ഇപ്പം പഠിച്ചിറങ്ങിയ കുട്ടികളും എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിൽ തന്നെ പഠിച്ചു പോവാം. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങളുടെ നെഗറ്റീവ്സ് ഒരു ഭാഗത്ത് എഴുതി നോക്കൂ, പോസിറ്റീവ്സ് ഒരു ഭാഗത്ത് എഴുതി നോക്കൂ. എന്നിട്ട് നെഗറ്റീവ്സ് കട്ട് ചെയ്ത് അതൊക്കെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ തീർച്ചയായും HSSTയിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും. ഇനി HSST പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എത്ര റാങ്കിനകത്ത് വന്നാൽ ജോലി കിട്ടുന്നു? അങ്ങനെ എല്ലാം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആവും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങളിൽ കുറേ പേര് എന്നോട് കുറേ ദിവസമായിട്ട് ഈ HSCയുടെ പരീക്ഷയുടെ ഇടയിലൊക്കെ വരുന്നുണ്ട്, മിസ് HSST എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും വിചാരിച്ചു HSST കോഴ്സ് തുടങ്ങാമെന്ന്. അപ്പോൾ HSST നമ്മൾ 2 രീതിയിലാണ് കോഴ്സ് തുടങ്ങുന്നത്. ഒന്ന് ജനറൽ പേപ്പർ മാത്രം, അതെല്ലാ പരീക്ഷ HSST ഏത് സബ്ജക്റ്റ് എഴുതുന്നവർക്കും സെയിം ആയിരിക്കും. പക്ഷേ HSST മാത്സുകാർക്ക് മാത്സ് പ്ലസ് ജനറൽ പേപ്പർ കംപ്ലീറ്റ് കോഴ്സാണുള്ളത്. അല്ല മാത്സിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഈ ലേൺ വിത്ത് പ്രിയങ്ക എന്നുള്ള പ്ലാറ്റ്ഫോമിൽ സെറ്റും HSI ജനറൽ പേപ്പറൊക്കെ നടത്തിയതുപോലെ ഞാൻ ഇൻഡിവിജ്വലി നടത്തുന്ന ഒരു കോഴ്സ് തന്നെയാണ്. സോ അപ്പോൾ നിങ്ങൾ നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് തന്നെയായിരിക്കും. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അത് എന്നോട് നേരിട്ട് സംസാരിച്ചോളൂ. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നേരിട്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, നമുക്കതൊക്കെ തീരുമാനിക്കാം. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. നിങ്ങളിലേക്ക് അതൊക്കെ ഞാൻ എത്തിക്കുന്നതായിരിക്കും.